വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 21, 25 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യപുത്രന്റെ ആഗമനം. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമമുളവാക്കും. സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്ത്രപ്രജ്ഞരാകും. ആകാശശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ. അവ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോകുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി ഒലീവ് മലയിൽ വിശ്രമിച്ചു. അവന്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവന്റെ അടുത്ത് വന്നിരുന്നു. ജീവിതത്തിൽ യേശു നൽകുന്ന മുന്നറിയിപ്പ്. മനുഷ്യജീവിതത്തെ അതിന്റെ സമഗ്രതയിൽ സ്പർശിക്കുന്ന ഒരു മുന്നറിയിപ്പിന്റെ സ്വരമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം മുഴങ്ങി കേൾക്കുന്നത്. ദൈവത്തിന്റെ മക്കളായ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തെ വിവേകത്തോടും ബോധത്തോടും കൂടെ കൈകാര്യം ചെയ്ത് വസ്തുതകളെ യഥാവിധി വിലയിരുത്തി ജീവിതം ക്രമീകരിക്കേണ്ടതാണെന്നും അതിനു പകരം അലസതയ്ക്കും ആലസ്യത്തിനും തങ്ങളെ തന്നെ വിട്ടുകൊടുക്കേണ്ടതല്ല എന്നും യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ചുറ്റുപാടും കാണുന്ന ഒഴുക്കിനനുകൂലമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ അറിയാതെ തന്നെ സ്വമേധയാ താളത്തിനും മേളത്തിലും പെട്ട് ഒരുതരം ഉഴപ്പിന്റേതായിട്ടുള്ള ജീവിതത്തിലും അർത്ഥശൂന്യമായ പ്രവർത്തന ശൈലികളിലും ഇടപെടാൻ ഇടയുണ്ടെന്നും ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം. ഇങ്ങനെ അടിച്ചുപൊളിച്ചുള്ളൊരു ജീവിത ശൈലിയിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യന് അപ്രതീക്ഷിതമായിട്ടായിരിക്കാം ഒരുപക്ഷെ ജീവിതത്തിന്റെ കണക്കുകൾ ബോധിപ്പിക്കാനുള്ള അവസരം വരുന്നത്. അങ്ങനെ ഉത്തരവാദിത്വരഹിതമായ വിധത്തിൽ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന അവസരത്തിലും ഒരുതരം ചോദ്യവാസ പ്രക്രിയയ്ക്ക് അധീനമായ ജീവിതശൈലിയിലും മുഴുകിയിരിക്കുന്ന അവസരത്തിൽ ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കാൻ ഇടവരുന്ന ആ മനുഷ്യരെ സംബന്ധിച്ച് ദുരന്തപൂർണവും ജീവിതം വിഷമകരമായിട്ടും തീരുന്നതായിട്ട് കാണാം. അതുകൊണ്ട് യേശു ഇന്നത്തെ സുവിശേഷത്തിൽ ഓർമ്മിപ്പിക്കുന്നു, ലഭ്യമായിരിക്കുന്ന അവസരങ്ങള് വിവേകത്തോടുകൂടി നോക്കിക്കണ്ട് ബോധപൂർവം അവ കൈകാര്യം ചെയ്ത് വസ്തുനിഷ്ഠമായ രീതിയിൽ വിലയിരുത്തി ഉത്തരവാദിത്തപൂർണമായ വിധത്തിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ജീവിതം സന്തോഷകരമായിട്ട് ഉള്ള അനുഭവമായി തീരും എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം എന്ന് വിചാരിക്കാം.